ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെയിൻ ജോയ്. ഞാൻ കാലടി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി ജോയ്. ഇതെൻ്റെ അമ്മച്ചി എൽസി ഔസേപ്പ്. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനകാലത്ത് മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിലും +2ലും ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് 10ലും +2ലും ഉന്നത വിജയം ലഭിച്ചു. നഴ്സിംഗ് 2019 ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയത്. ആ സമയത്ത് കൃപാസനത്തിൽ വരികയും അമ്മയോടൊപ്പം ഉടമ്പടി ധ്യാനം ഇവിടെ കൂടുകയും ചെയ്തു. എനിക്ക് ഫുൾ A+ ലഭിച്ചു. പിന്നെ +2ലും ഇതുപോലെ തന്നെ അമ്മയോടൊപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് +2ൽ 5 A+ഉം 1 Aയും ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2021 നഴ്സിങ്ങിന് സെൻറ്റ് തെരേസാസ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിൽ ചേർന്നു. നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് എനിക്ക് പഠിക്കാൻ പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കുർബാനയുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. എക്സാം സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടിയിട്ടാണ് പോകാറ്. പിന്നെ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പിടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ ഒരു വിഷയം ഞാൻ എഴുതുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവുകയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് കരഞ്ഞ് പറഞ്ഞു, ഞാൻ കിട്ടാൻ വഴിയില്ല, എനിക്ക് ഭയങ്കര പാടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ മാറിയൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ മാതാവിനെ മുറുക്കെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വാസ പ്രമാണം ചെല്ലുക, അതുപോലെ തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുകയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയറുടെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്തു. ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും എനിക്ക് പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ ഞാൻ എല്ലാ പരീക്ഷാ സമയങ്ങളും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും എക്സാമിന് പോവുകയും ചെയ്യുക. പിന്നെ എക്സാം ഹാളിൽ ഉപ്പിടുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ വർഷവും പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ചില വിഷയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞ് പറയാറുണ്ട്. അപ്പോഴും അമ്മേനെ എന്നോട് പറയുന്നത് മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി എന്ന് മാത്രമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ്സും തേർഡ് ഇയറിൽ ഡിസ്റ്റിങ്ഷനും ഫോർത്ത് ഇയറിലും ഫസ്റ്റ് ക്ലാസ് എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോർത്ത് ഇയറിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് റാങ്ക് ലഭിക്കണമെന്ന്, ഏതെങ്കിലും ഒരു വിഷയത്തിന് റാങ്ക് ലഭിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ടു എനിക്ക് റാങ്ക് ലഭിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ അടിയിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ പഠിച്ചിറങ്ങി. ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വരണേക്കാൾ മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും കൂടിയിട്ട് ഒരു കുടുംബ നവീകരണ ധ്യാനത്തിന് പോയിരുന്നു. അവിടെ വെച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് റാങ്ക് ലഭിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, എനിക്ക് റാങ്ക് വേണ്ട മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്ക്. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ എപ്പോഴേലും കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇരുന്നൊന്നും പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ക്ലാസ്സിൽ കുറേ പഠിക്കുന്ന വേറെ കുട്ടികളുണ്ട്, അവർക്കൊക്കെ കൊടുത്തേക്ക്, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്തേക്ക്, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സാന്ന് പറഞ്ഞു. അതിൻ്റെ നന്ദി മാതാവിനോട് പറയാനായിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്ന് നന്ദി പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയുണ്ട്. കാരണം അത് കൃത്യമായി പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയാണ് റാങ്ക് ലിസ്റ്റ് വന്നതും എനിക്ക് ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന വിഷയത്തിന് എനിക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു എന്നറിഞ്ഞതും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം ക്ലാസ്സിൽ അത്രയും ചുരുക്ക പേർക്ക് മാത്രമാണ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ എന്നെയും ചെറുക്കുക എന്നുള്ളത് എന്നെയും കൊണ്ട് എനിക്ക് ഒരിക്കലും
കഴിയില്ലായിരുന്നത്. എനിക്ക് അസാധ്യമായൊരു കാര്യം മാതാവ് എനിക്ക് സാധ്യമാക്കി തന്നു. അപ്പോൾ എനിക്കതിന് ഒരായിരം മാതാവിനോട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2 മാസമായി. എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ആദ്യം എനിക്ക് കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കുറച്ചുകൂടി ആത്മീയമായി വളർന്നു. പണ്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയിരുന്നു. പക്ഷെ അത് അത്ര ആത്മീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ സിസ്റ്റർമാരുടെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക എന്നുള്ളതൊക്കെ. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയിരുന്നത്. പക്ഷെ ബൈബിളെല്ലാം വായിക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ആരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ല, എനിക്ക് ആരും നിർബന്ധിച്ചില്ല എന്നോട് കുർബാനയ്ക്ക് പോകണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കുർബാന കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോസ്. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. 2019 ഞാനും മകളും ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും 2019, 20, 21 വർഷങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ പറ്റി എൻ്റെ മകൾ സംസാരിക്കുകയുണ്ടായി. 2021 മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ 2021 ഡിസംബർ മാസം ഞാൻ ഇറ്റലിയിലേക്ക് പോയി ജോലിക്കായിട്ട്. 2022 നവംബർ മാസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എല്ലാവർക്കും ആഗ്രഹം പോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ട് എനിക്കും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മാതാവിൻ്റെ നിന്ന് സുഗന്ധം ഉണ്ടാകുന്നു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു അനുഗ്രഹം വേണമെന്ന് ഞാൻ മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭർത്താവിന് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കൊന്ത ധരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് കൊന്ത ധരിക്കുകയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ വിശ്വാസമുണ്ടായി. 2025 എൻ്റെ ഭർത്താവ് ആത്മീയമായി ഉന്നതിയിലേക്ക് വന്നിരുന്നു. 2025 ജൂലൈ മാസത്തിൽ എൻ്റെ അമ്മച്ചിക്ക് കടുത്ത പനിയും ലൂസ് മോഷനും ഛർദിയും വയറുവേദനയും ഉണ്ടായി. ഒരാഴ്ച അടുത്തുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മച്ചിക്ക് കുറവില്ലാത്തത് കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അമ്മച്ചിക്ക് എത്രയും വേഗം യൂട്രസ് റിമൂവ് ചെയ്യണമെന്നും യൂട്രസിൽ ഭയങ്കര കട്ടിയാണ്, കിഡ്നിയിലും പിത്തസഞ്ചിയിലും സിസ്റ്റാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുകയും അമ്മച്ചിക്ക് ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടി ഉപ്പും തൈലവും എന്നും പുരട്ടി കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അവിടെ ബയോപ്സിക്ക് എടുക്കുകയും ബയോപ്സി റിസൾട്ടിൽ അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല, 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ചെക്കപ്പ് നടത്തണമെന്നും ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു, അതിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് നൽകിയ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. അടുത്തതായിട്ട് എൻ്റെ അപ്പച്ചൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ വീടും സ്ഥലവും എയർപോർട്ട് വന്നപ്പോൾ എയർപോർട്ടിന് വേണ്ടി എടുത്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ സഹോദരന് ജോലി ലഭിക്കുകയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരൻ ആ ജോലിയിൽ നിന്ന് പോരുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വരുമാന മാർഗമില്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചന് എയർപോർട്ടിൽ കാറ് ഇട്ട് ഓടിക്കുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ നൽകി. കുറേ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടി നിയോഗത്തിൽ വച്ചിരുന്നതിൻ്റെ ഫലമായും ഉടമ്പടി ഉപ്പ് ആ ഓഫീസിനും അടുത്ത് ഫ്രണ്ടിലായിട്ട് വിതറിയതിൻ്റെ ഫലമായും നിരന്തരമായ പ്രാർത്ഥനയിലും ആ പെർമിറ്റ് അപ്പച്ചന് ലഭിക്കുകയും അവർക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്തിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ വളർന്നിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും കുമ്പസാരം ഇടയ്ക്ക് മാത്രം ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മാസത്തിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കുകയും ചെയ്തു പോന്നിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ
എന്നും രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടുകയും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കൃപാസന പത്രം, വിശ്വാസ പ്രമാണം ചൊല്ലി, തൈലം പുരട്ടി ഇത് ലഭിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നൽകുമായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ കന്നഡ പത്രം കൊണ്ടുപോയി വിതരണം ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും എല്ലാ മാസവും 25 അല്ലെങ്കിൽ 30 പേർക്ക് ഭക്ഷണം ഒരുക്കുകയും റോഡ് സൈഡിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞങ്ങളത് നൽകുകയും ചെയ്തു പോന്നിരുന്നു. ഇത്രയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. 126 സങ്കീർത്തനം 6 തിരുവചനമാണ്. ഇവിടെ തൻ്റെ മകളും അമ്മയും ഒരുമിച്ച് കുടുംബം ഒന്നിച്ച് നിന്ന് പറയുന്ന സാക്ഷ്യം, ജെയിൻ എന്ന തൻ്റെ മകള്, ആ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കൂടെ വന്ന് ഇവിടെ 2019 വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ മകൾക്ക് ഘട്ടം ഘട്ടമായി 10+2 തൻ്റെ ജീവിതത്തിൽ താനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന മകൾ എങ്ങനെ നല്ല റിസൾട്ടൊക്കെ ആ മകൾക്ക് കിട്ടിയെന്നും പിന്നീട് താനിപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു മകളാണ്. എങ്ങനെയാണ് തനിക്ക് അനാട്ടമിയും പിന്നെ ഏത് സബ്ജക്റ്റാണ് അനാട്ടമി എന്നുള്ള ആ വിഷയത്തിന് ആ മകൾക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുവാനിടയായതെങ്ങനെ? തനിക്കൊരിക്കലും അതിന് യോഗ്യതയില്ല എന്ന് തന്നെയാണ് ജെയിൻ പറയുന്നത്. തന്നേക്കാൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആദ്യമേ തൻ്റെ ആഗ്രഹം മാതാവിനോട് സമർപ്പിച്ചെങ്കിലും തനിക്കിനി അത് വേണ്ട, തനിക്കതിനുള്ള യോഗ്യതയില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടട്ടെ എന്നൊക്കെ ഈ മകൾ തന്നെ അത് വീണ്ടും ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു കൃപ, യോഗ്യതയില്ലാത്ത ഈ കൃപ ഞാൻ ഈ മകൾക്ക് കൊടുത്താൽ ഈ ജെയിൻ എന്ന മകള് എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈശോ തീർച്ചയായും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആ ഈശോയുടെ ചിന്തയിൽ ഈ മകൾക്ക് സ്ഥാനമുണ്ടായി. അങ്ങനെ തനിക്ക് റിസൾട്ട് വന്ന്, തനിക്ക് യോഗ്യതയില്ലാത്ത റിസൾട്ട് കിട്ടിയപ്പോഴേ കൃപാസനത്തിൽ വന്ന് ഈ മകൾ ഉടമ്പടി എടുത്ത് ഇന്ന് ആരും ഫോഴ്സ് ചെയ്യാതെ തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തനിക്ക് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ കൂദാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രാർത്ഥനാ ജീവിതം എത്രമാത്രം ഈശോയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ ജെയിൻ ഇവിടെ പറയുകയുണ്ടായി. വീണ്ടും തൻ്റെ പപ്പയ്ക്ക്, അതായത് തൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ മാറ്റം വന്നതെന്ന് അമ്മ ജിനി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ആ മകന് അമ്മ പ്രത്യക്ഷപ്പെട്ട് കൊന്ത ധരിക്കാൻ പറഞ്ഞു എന്നാണ് പറയുക. അങ്ങനെ ആ മകൻ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ വിശ്വാസ ജീവിതം വിശ്വസ്തയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കൃപാസന മാതാവിലെ വിശ്വാസമില്ലാതിരുന്ന മകൻ ഇന്ന് അമ്മയുടെ ഏറ്റവും വലിയ ഒരു അനുയായിയായി മാറുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മാറിയിരിക്കുന്നു. തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തൻ്റെ പിതാവിന് പെർമിറ്റ്, അതൊക്കെ ഒരു വരുമാന മാർഗം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് പിന്നീട് അതെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് സ്ഥാപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നാം യോഗ്യരല്ല, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇനി കർത്താവ് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുവാനുള്ളൂ. അതുതന്നെയാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇന്ന് ഈ കുടുംബം, ഇന്നിവിടെ ഈ അൾത്താരയിൽ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഒത്തിരിയുണ്ട്. എന്നാൽ ഈ നിയോഗങ്ങൾ അമ്മയുടെ തിരുനടയിൽ നാം സമർപ്പിക്കുമ്പോൾ അമ്മ നടക്കുന്ന മണ്ണാണിത്, അത് നമുക്ക് മറക്കാതിരിക്കാം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ, അമ്മയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നുകൊണ്ട് അനേക ആയിരങ്ങളുടെ ജപമാലകളോട് ചേർത്താണ്
എത്രയോ ദിവ്യ ബലികളോട് ചേർത്താണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തോട് ചേർത്താണ് നാം ഇതെല്ലാം പ്രാർത്ഥിക്കുക. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നമുക്കിതിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നേടാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.